വാട്സപ്പ് ഗൈസ് ഒരു ശിവനെ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവരും സ്വാഗതം ഗൈസ്. അന്നേരം ഞാൻ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അന്നേരം എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മാമൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഗൈസ്. ബർത്ത്ഡേ പാട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ കുറച്ച് വീഡിയോ ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അവർ പാടുന്ന പാട്ടും കാര്യങ്ങളൊക്കെ അത് ശരിക്കും 27-ാം തീയതി ആയിരുന്നു. ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റിയത് ഗൈസ്. അന്നേരം നമ്മുടെ വീഡിയോയിലോട്ട് പോകാമല്ലേ ഗൈസ്. അന്നേരം നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ ഗൈസ്. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അന്നേരം നമ്മൾ ഇതുണ്ടോ ഞാൻ തുടങ്ങിയ നേരം ഞങ്ങൾ കസിൻസ് എല്ലാം കൂടെ ഫ്രണ്ട് ഇരുന്ന അമ്മയാണ് വീഡിയോ പിടിച്ചതുകൊണ്ട് കേട്ടോ ഗൈസ്. ചെറിയ ഞങ്ങൾ കസിൻസ് എല്ലാം കൂടെ ബർത്ത്ഡേക്കാരനെ കാണിക്കാം ഗൈസ്. ഇത് ബർത്ത്ഡേ എൻ്റെ മാമൻ്റെ ഭാര്യയും പിന്നെ മകനും വന്ന് അവൻ്റെ പേര് അഫിറാം. ഞങ്ങൾ വിളിക്കുന്ന അഫി എന്നാണ് ഗൈസ്. അന്നേരം ഞങ്ങൾ പാർട്ടി ആയിരുന്നു ഗൈസ്. നമ്മളെ ബന്ധുക്കളൊക്കെയാണ് ഈ കാണുന്നത് ഗൈസ്. ഇത് നന്ദു ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. കുഞ്ഞായി മറ്റേ എൻ്റെ കസിൻസാണ് ഗൈസ്. അമ്മയുടെ അനിയനാണ് ഗൈസ്. അന്നേരം അനിയൻ്റെ പേര് അനന്തു, ഭാര്യയുടെ പേര് അമര, പിന്നെ അഫിറാം. ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിക്കാം, ഇപ്പോൾ വരും. ചെറിയ ചെറിയ ക്ലിപ്സായിട്ട് എടുത്തത്. ഇതൊക്കെ എൻ്റെ കസിൻസാണ് ഗൈസ്. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഗൈസ്. ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശാന്താകാരം ഗുരുശയനം പദ്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി പ്രജ്ഞാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. വന്ദേ ശംഭോ ഉമാവതി സുരഗുരും വന്ദേ ജഗത്കാരണം വന്ദേ കന്നകഭൂഷണം മൃഗജനം വന്ദേ പശുനാം രവി വന്ദേ വന്ദേ മുകുന്ദപ്രിയം വന്ദേ ഭക്തജനാശ്രയം വരദം വന്ദേ ശിവം ശങ്കരം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗം പ്രണതോസ്മി ലോകവീരം രക്ഷാകരം വിഭും ഭഗവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. ഓം സ്കന്ധായ കാർത്തികേയായ പാർവതീനന്ദനായ മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ. ഓം നമഃ പാർവതീപദേ ഹര ഹര മഹാദേവ. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. ഞാൻ കേക്ക് മുറിക്കാൻ വേണ്ടി പോവുകയാണ്. മെഴുകുതിരി കത്തിക്കുക മാമൻ. ഇപ്പം ഞാൻ ക്യാമറ പിടിച്ചേക്കുന്നത് ഞാനാണ് ഗൈസ്. ഞാൻ അവിടെ വെച്ച് പിടിച്ചതാ. അവൻ കേക്ക് മുറിക്കുകയാണ് ഗൈസ്. അസുരാമ കേക്ക് മുറിക്കുകയാണേ. അവൻ്റെ 3 വയസ്സാവുന്ന ഗൈസ്. ഈ 3 വയസ്സിലെ
മൂന്നാമത്തെ പിറന്നാൾ അങ്ങനെയൊന്നും ഗൈസ്, കറക്റ്റ് ഇങ്ങനെ പറയാറില്ല. അവരാദ്യമേ കൊടുത്തു ഗൈസ്. അവനാകപ്പാടെ അങ്ങ് നിൽക്കും, അവനൊന്നും മനസ്സിലാവുന്നില്ല എന്നാ സംഭവിക്കുന്നത് ഒന്നും തന്നെ അറിയത്തില്ല. ഇനി ഓരോരുത്തരും വിധം മാറി മാറി ഇങ്ങനെ കേക്ക് വെച്ച് കൊടുക്കാൻ പോകണം ഗൈസ്. നേരെ ഞാൻ പറയാം, അവരുടെ ഒക്കെ പേര് ഞാൻ പറയാം. എല്ലാരും കൊടുക്ക് ഗൈസ്. ഇത് അങ്ങനെ നീല സാരി കൊടുത്തേക്കുന്ന ആ മമ്മിയുടെ ചേച്ചിയാണ് ഗൈസ്. പൊന്ന മമ്മി. ഗൈസ് അപ്പുറത്ത് ആ വലുത് അതെ നന്ദു. ഇത് സിന്ധു അമ്മ, മമ്മിയുടെ അനിയന്റെ ഭാര്യ. നന്ദുമാമൻ, നന്ദുമാമന്റെ മകനാണ്. ശ്രീകുട്ടിയാണ് നിൽക്കുന്നുണ്ടോ? ശ്രീകുട്ടി നന്ദു ഒരേ ഉടുപ്പിട്ടുണ്ടോ? ഒരേപോലത്തെ ഉടുപ്പൊക്കെ എടുക്കും. അത് മമ്മിയുടെ റോസ് കളർ ഉടുപ്പിച്ചത്. അങ്ങനെ മുഖത്ത് ക്രീമൊക്കെ വെച്ചു. അതിൽ 3 പേരും കൂടെ മമ്മിയും പൊന്നമ്മയും നടനമ്മയും. നിൽക്കുന്നൊക്കെ എന്റെ കസിനാണ്. നീ പിടിക്കണ എന്റെ കേക്ക് പേരെടുക്ക. നീ കേക്കിന്റെ ഫോട്ടോ എടുത്തായിരുന്നോ? ഗൈസ് നോക്ക് ഗൈസ്, എന്നെ പുളി കേൾക്കാന്നുണ്ട്. വലിയ കേൾക്കായിരുന്നു ഗൈസ്. ടോം ആൻഡ് ജെറി, ലിറ്റിൽ സിംഗം, ഈ പൂച്ചയുടെ ഞാൻ മറന്നു ഗൈസ്. നല്ല കേക്കായിരുന്നു. രണ്ടുമൂന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞങ്ങൾ പടക്കം പൊട്ടിച്ചു, പൊട്ടിയില്ല ഗൈസ്. അത് പടക്കം പൊട്ടുന്നൊരു സൗണ്ട് കിട്ടു. എന്നിട്ട് ചേട്ടന്മാർ അത് പൊട്ടിയില്ല. എന്നിട്ട് ചേട്ടന്മാരെ കുത്തിപ്പൊട്ടിച്ച് എറിഞ്ഞു വിട്ടു. എന്നിട്ട് ബലൂൺ പൊട്ടിച്ച് ആ സൗണ്ട് കേൾപ്പിക്കുന്നുണ്ട്. ശ്രീകുട്ടൻ കൊടുക്കടി, ഇച്ചിരി കൊടുക്കാവുള്ളേ. ഭയങ്കര ഒച്ചയായിരുന്നു കുഞ്ഞായി വായി വെച്ച് കൊടുക്കുകയാണ്. ഇച്ചിരി കൊടുക്കണ്ട കേട്ടോ, ഇച്ചിരി കൊടുക്കാവുള്ളേ. നന്ദു ശ്രീകുട്ടി കണ്ട കൈ സായ ഷർട്ടാണ്. കുഞ്ഞേട്ട കൊടുക്കടി. രണ്ടുപേരും എവിടെ പോയാലും അയ്യോ അൻവാമൻ്റെ അച്ഛൻ, അമ്മയുടെ മമ്മിയുടെ മമ്മിയുടെ അനിയനാണ്. ആ കൊച്ചിന്റെ എടുത്തോണ്ട് വാ. ബാഗിന് മമ്മി ബാഗിന്റെ പിടിച്ചേണ്ടി, ഇത് പിടിച്ചേണ്ടി. കൊച്ചു ബാഗ് എടുക്കണ്ടേ സൗകര്യം. നിക്ക എടാ, അവന്റെ ഒരു പ്രസന്റേഷൻ ഉണ്ട്. അമ്മയുടെ ചേട്ടൻ്റെ അത് കൊടുക്ക്. ആ അവളുടെ അതിനകത്തുണ്ട്, കൊടുക്ക്. എടാ അനന്തു, എടാ ഇത് 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 ഭയങ്കര പോസുകാരനാണ്. എടാ അത് പൊളിച്ചു കൊടുക്കടാ. ഞാനത് കൊടുക്കാൻ ഞാൻ അവന് കൊടുത്തു. എടാ അത് പൊളിച്ചേടി. എടുത്തേടാ, അത് പൊളിച്ചേ, അത് പൊളിച്ചേടാ. ആ എടുത്തേ മമ്മി. നീ കൊടുക്ക. അന്തുമാമ കാണിച്ചേ. പൊളിച്ചു. ഞാൻ അവനെ വരച്ചതാണ് കഴിച്ചത്.
ഞാൻ അവനെ വരച്ചതാ ഗൈസ്. അവനെ വരച്ചതാ. ചെല്ലടാ സൗരു. കാർബോർഡ് വെച്ച് ഫ്രെയിമൊക്കെ ഉണ്ടാക്കി വെച്ചത്. വരച്ചേക്കാന്ന് ഓർത്തു. ഒരു ഉമ്മ കൊടുക്കടാ, ഉമ്മ വെക്കടാ കുഞ്ഞിന്. എടി അതൊരു ഫോട്ടോ എടുത്തടി. ആ ശ്രീ കൊടുത്തോ, കൊച്ചു കൊടുത്തോ? എടി ശ്രീയുടെ കൂടെ മേടിച്ചടാ, ഒന്നു കൊടുത്തോടാ. ഓ രണ്ടുപേരും കൂടെ കൊടുക്കാമേ എന്ന് തോന്നുന്നു, അറിയത്തില്ലേ. തുറന്നോ തുറന്നോ തുറന്നോ. അവർ ഫോട്ടോ എടുക്കുന്നേ. എല്ലാരും ഭയങ്കര ചിരിയ ബഹളം, ഭയങ്കര ബഹളം, ഭയങ്കര ചിരിയെ. ഇങ്ങനെ എടുത്താൽ മതി. ഇവിടെ എടുത്തല്ലോ ഒരു ഫോട്ടോ എടുക്കാൻ. അത് പിന്നെ കൊടുക്കുന്നേ. ഇച്ചിരി കൊടുത്തോട്ടെ. ഇത് എന്നെ ചെയ്യുന്നത് ഇനി എല്ലാവർക്കും കൊടുക്കും. കൊടുത്തു കൊടുത്തു. എടാ എടാ നിങ്ങൾ രണ്ടുപേരും കൊടുത്തോ? കൊടുത്തോ കൊച്ചിന്. അവന് ഫോട്ടോ എടുക്കണേ. അല്ല വീഡിയോ എടുക്കല്ല, ഫോട്ടോ ശരിക്കും ഗൈസ് ഇത് ശ്രീകുട്ടി എടുക്കുന്നതാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് ഗൈസ്. ബിരിയാണി ഒക്കെ ആയിരുന്നു ഗൈസ്. ബിരിയാണി, കപ്പ, ചിക്കൻ കറി ഗൈസ്. ഇത് അവിടെ കുഞ്ഞായി ഒക്കെ കളിയാണ്. ഇത് അമ്മ യെസ് ഗൈസ്. നോക്ക് ഗൈസ്, ലവ് ബേർഡ്സ് ആണ് ഗൈസ്. രണ്ടെണ്ണം ഉണ്ട് ഗൈസ്. നല്ല രസം. ഒരു കൂടിനകത്ത് ഇട്ടേക്കാണ് ഗൈസ്. അടുപ്പാണ് ഗൈസ്. എൻ്റെ അമ്മ ഇനി അങ്ങോട്ടാണ് ശ്രീ പോകുന്നത്. തരാ നന്ദു ഗൈസ്. നേരം എൻതോമെൻ്റെയൊക്കെ പാട്ടായിരുന്നു. പകുതിയപ്പോഴത്തേനും അമ്മ എടുത്തതെന്ന് തോന്നുന്നു. ഞാനത് ഇപ്പോഴാണ് നോക്കിയത് ഗൈസ്. നേരം ഇവരുടെ പാട്ടൊക്കെ നല്ല രസമായിരുന്നു ഗൈസ് കേൾക്കാൻ വേണ്ടി. നിങ്ങൾ കേട്ട് നോക്ക് ഗൈസ്. ഞാൻ ഈ സമയം ആ സ്റ്റെപ്പിൻ്റെ മണ്ടയിലായിരുന്നു. എന്താ പുറത്താണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റെപ്പിൻ്റെ മണ്ടയിൽ പോയിരിക്കുകയാണ്. ഞാൻ അടുത്ത് ഉറക്കം വന്നിട്ട് വേണ്ടായിരുന്നു എനിക്ക് രാത്രിയിലായതുകൊണ്ട്.
ഗൈസ് അങ്ങനെ അൻഡുവാമൻ്റെ പാട്ട് തീർന്നു. ഇനി നോക്കുമ്പോൾ മമ്മിയുടെ പാട്ട് കേൾക്കാം. പൊന്നമ്മയുടെ പൊന്നമ്മ നല്ല പാട്ടുകാരിയാണ്. എപ്പോഴും ആ പാട്ടൊക്കെ പാടും. ഞങ്ങൾക്ക് വാട്സപ്പൊക്കെ അയക്കും. നേരം മമ്മിയും പൊന്നമ്മയും ശ്രീകുട്ടിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ട് പാടി അയക്കുകയൊക്കെ ചെയ്യും ഗൈസ് വാട്സപ്പിൽ കൂടെ. ഗൈസ് മേഡലമ്മയുടെ അടുത്ത പാട്ടാണ് ഗൈസ്. പാട്ട മമ്മി പോരട്ടെ എന്തുവാങ്ങനെ പാടുന്നത്. ഗൈസ് പിന്നെ അനന്തോമൻ സൂപ്പർ പാട്ടാണ് കേൾക്കാതെ. അനന്തോമൻ ഭയങ്കര പാട്ടാണ്. അനന്തോമന് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് പാടുന്നത്. അതുകൊണ്ട് കൂട്ടത്തിൽ തന്നെ നിങ്ങൾ സൈഡിൽ നോക്കുവാണെങ്കിൽ കാണാൻ ശ്രീകുട്ടി നന്ദുവിൻ്റെ ഡാൻസ് ഗൈസ്. അത് ഇവിടെ നിൽക്കുന്ന മൊത്തം എൻ്റെ കസിൻസാണ് ഗൈസ്. അവർ ഡാൻസ് കളിക്കുന്നു. അനന്തോമൻ പാട്ട് പാടുന്നു, അവർ ഡാൻസ് കളിക്കുന്നു. ഇത് എൻ്റെ കസിനാണ്, അവൻ ഫോട്ടോ എടുക്കുന്നു ഗൈസ്. എൻ്റെ വേറെ 2 കസിൻസ് ഉണ്ട്, അവർ പുറത്താണ്. ഒരു ഡാൻസ് കളിക്കാൻ മമ്മി കൊണ്ടേ നിർത്തുന്നു. ഇത് കുഞ്ഞെ ബലൂണൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഡാൻസ് കളിക്കുന്നുണ്ട് ഗൈസ്. മമ്മി ഉണ്ടോ ഗൈസ് ഡാൻസ് കളിക്കുന്നത്? ശ്രീകുട്ടിക്കും നന്ദുവിന് എപ്പോഴാണെന്ന് മൂഡ് വന്ന ഡാൻസ് കളിക്കും. ഞാൻ ശ്രീയോട് വീഡിയോ എടുക്കാൻ ചോദിച്ചത് അവളന്നേരം എന്നെ ഓടിച്ചത്. അവളെടുക്കൂലെന്നും പറഞ്ഞ് അവൾ പോയി. നന്ദു വന്നപ്പോൾ അവൾ ഭയങ്കര കളി.
കണ്ട അവരുടെ ഡാൻസ്. ഗൈസ് രണ്ടുപേർക്കും ഒരേ മൂടാണ് എപ്പോൾ വേണമെങ്കിലും. കണ്ടോ രണ്ടുപേരും ഒരേ ഡാൻസ് കളിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ സയാമി സെർട്ടകളാണ്. ഇവർ രണ്ടുപേരും വന്നാൽ പിന്നെ ഇവരെ വിളിച്ചാൽ പോലും ഇവർ അറിയൂല. ഇവരെവിടെയെങ്കിലും പോയിരുന്ന കളിയായിരിക്കും ഗൈസ്. നമ്മൾ വിളിച്ചാൽ പോലും വരത്തില്ല. ഗൈസ് അന്നേരം പാട്ടെങ്ങനെയാണോ നിങ്ങൾ കേട്ട് നോക്കി കേട്ടോ ഗൈസ്. സൂപ്പറാണ്. ഞാൻ കേട്ടോ ഗൈസ്. എന്നെ പൊളിയാണെന്ന് അറിയാം. നിങ്ങളും കേട്ടിട്ട് നോക്കി. നേരം നിങ്ങൾക്ക് ഈ പാട്ട് എന്തുവാൻ പറഞ്ഞ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. വീഡിയോയുടെ ലാസ്റ്റ് ലൈക്ക് ചെയ്യാതിരിക്കുക ഗൈസ്. നിങ്ങൾ ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക ഗൈസ്. ഇല്ല നിങ്ങൾ മറന്നു ലൈക്ക് അടിക്കാൻ. നമ്മുടെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഗൈസ്. നമ്മുടെ ചാനൽ ഇഷ്ടംപോലെ 2 ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണുന്ന അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നിങ്ങൾ പാട്ട് കേട്ട് കേട്ടാ ഗൈസ്. ശ്രീകുട്ടിയുടെയും നന്ദുവിൻ്റെയും ഡാൻസാണ് ഗൈസ്. കുഞ്ഞയുടെ 3 പേരുടെ അങ്ങനെ ഡാൻസാണ് ഗൈസ്. ഒരു പാട്ടൊക്കെ വെച്ച് കളിക്കുകയാണ് ഗൈസ്. കണ്ടോ രണ്ടുപേരും കളിക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞെ അവരുടെ കൂടെ നടക്കില്ല. കുഞ്ഞെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നിട്ട് അവരുടെ പുറകെ നടക്കും. ഒരു പക്ഷം ഇരുത്തൂല. നന്നായി ഇവരുടെ ഡാൻസ് കൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തോട്ടോ ഗൈസ്. കണ്ട രണ്ടുപേരും കളിക്കുന്ന ഒരേപോലെ. വേറൊരു ക്യാമറമാൻ വരുന്നു. അതാ ഞാൻ പറഞ്ഞേ ഒരു കുഞ്ഞു ഫോട്ടോഗ്രാഫർ വന്നു അതിനിടയ്ക്ക്. ഇവരുടെ ഡാൻസ് ഇത്രയൊക്കെ ഉള്ളത് നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ എടുക്കാനേ പറ്റുള്ളൂ. അന്നേരം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് ഇങ്ങനെയൊക്കെ എടുക്കാനൊക്കെ പറ്റുള്ളൂ ഗൈസ്. ഞാൻ ടെറസിന് മണ്ടയിലാണ് ഗൈസ്. ടെറസിന് മണ്ടയിൽ നേരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അത് ഞങ്ങൾക്ക് പെട്ടെന്ന് അവിടെ എടുക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു ഗൈസ്. വീഡിയോ എടുക്കാനായിട്ട്. അതുകൊണ്ടാട്ടോ ഗൈസ്. എന്തായാലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഗൈസ്. നേരം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നേരം ഞാൻ അടുത്ത ദിവസം നല്ല കിടുക്കാറ്റ് പുളിക്കാസി സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. നേരം ഞാൻ പോവാണേ. ടാറ്റാ.